ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ശരിയാവുന്ന് വെറുതെ പ്രതീക്ഷിച്ചിട്ട് ദൈവങ്ങൾ അവസാനം എന്നെ കൈവിടുക. എല്ലാം തീർന്നോട്ടെ. എന്റെ അമ്മ പോകുന്നതിനൊപ്പം ഞാനും അങ്ങോട്ട് പോയാ കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണേ, ചോദ്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അത് സാരല്ലേ സുനന്ദേച്ചി, ഞാനത് എങ്ങനെയല്ലേ ശരിയാക്കി എടുത്തോളാം. വാ. നല്ല കുട്ടിയാ, അവൻ തന്നെ തിരഞ്ഞെടുത്തതാ. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി. ഞാൻ രണ്ടാളെയും കാത്തിരിക്കായിരുന്നു. എന്താ അമ്മേ? രാവിലെ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ആ പയ്യന്റെ വീട് എവിടെയാണെന്ന്? യോ എന്റെ അമ്മേ, അതിനൊക്കെ സമയമാവുമ്പോ ഞാൻ വീട് പറഞ്ഞു തരാം. അമ്മ ഇവിടെ കൊണ്ടുപോവുകയും ചെയ്യാം. എന്നാലേ നീ കൊണ്ടുപോയി കാണിക്കണ്ട. ആ വീട് ഞാൻ കണ്ടുപിടിച്ചു. അമ്മ കണ്ടുപിടിച്ചെന്നോ? എങ്ങനെ? അത് പറഞ്ഞാലേ ഇത്തിരി രസാ. നിങ്ങള് പോയതിന്റെ പിന്നാലെ ഞാൻ വെറുതെ പുറത്തോട്ടൊന്നിറങ്ങി. അപ്പം ദൈവം കൺമുന്നിൽ എത്തിച്ചതുപോലെ ആ ചെറുക്കൻ. എന്നിട്ട് കാണാം സംസാരിക്കാന്നൊക്കെ വിചാരിച്ചതാ. അപ്പോഴേക്ക് കാറിൽ കയറി ഒരൊറ്റ പോക്ക്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അതിന്റെ പിന്നാലെ അങ്ങ് പോയി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇതാ ഞാൻ പറഞ്ഞു കഴിയുമ്പോ എന്നോട് ദേഷ്യം പിടിക്കരുതെന്ന്. എന്നിട്ട് അമ്മ വീട്ടിൽ പോയോ? ആ, പോയി. പുറത്തുനിന്ന് വീടൊക്കെ കണ്ടപ്പോ തിരിച്ചു പോന്നാലോ എന്ന് കരുതിയതാ. പിന്നെ നിന്റെ കാര്യമല്ലേ, വിശദമായിട്ട് അറിയണ്ട എങ്ങനെയാ പോരുന്നേ. ധൈര്യമായിട്ട് ചെന്നങ്ങ് ബെല്ലടിച്ചു. തങ്കേച്ചി ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? വെറുതെ പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? കണ്ടുപിടിച്ചതും ചെന്നതും അവിടെ ഉള്ളവരെയൊക്കെ കണ്ടതും ഒക്കെ ഭാഗ്യ, അത്ര തന്നെ. ആ, അവന്റെ അമ്മയുണ്ടല്ലോ സുമിത്ര, എന്തൊരു നല്ല സ്ത്രീയാ. എന്ത് നന്നായിട്ടോ സംസാരിക്കുന്നേ. ആ മുത്തശ്ശിയില്ലേ, സരസ്വതിയമ്മ. ഇത്രയും വലിയ തറവാട്ടുകാര് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണം കാണിക്കാതിരിക്കോ? അമ്മ എന്റെ അമ്മയാണെന്ന് അവരോട് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞില്ല. എന്നെ അവർക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ അമ്മയാണെന്ന് പറഞ്ഞാല് പിന്നെ അവരെന്തെങ്കിലും കൽപ്പിച്ചു കൂട്ടി എന്റെ മുന്നിൽ ചെയ്താലോ? അതുകൊണ്ടാ പറയാതിരുന്നത്. എന്നിട്ട് തങ്കേച്ചി എന്ത് പറഞ്ഞ അവിടുന്ന് പോന്നേ? എന്റെ സുനന്ദേ, ഞാൻ അവിടുന്ന് പോന്നതാണോ ഇതൊക്കെ കണ്ടെന്റെ കേട്ടെന്റെ സന്തോഷത്തില് ഒഴുകി ഇങ്ങി പോന്നതാണോ എനിക്ക് അറിഞ്ഞൂടാ. ആ ചെക്കൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണിച്ചു തരട്ടെന്ന് ചോദിച്ച് സുമിത്ര എനിക്ക് കാണിച്ചു തന്നതേ ഇവളുടെ ഫോട്ടോയാ. അമ്മയ്ക്ക് എന്തായാലും സന്തോഷായി മോളെ. നീ അവിടെ സുരക്ഷിതമായിരിക്കും. അമ്മയ്ക്കത് ഉറപ്പാ. അല്ല മോളെ, നീ ഇതെവിടെ പോവാ? അതെ, ഞാനിപ്പോ ഇങ്ങനൊരു പോക്ക് പോകുന്ന അവള് കരുതിയിട്ടില്ല. അതിന്റെ കെറുവാ. ആ പിണക്കമൊക്കെ ഞാൻ തീർത്തോളാം. പിന്നെ സുനന്ദേ, ഞാനീ പറഞ്ഞ അമ്മയും അമ്മൂമ്മയും മാത്രമല്ല, വേറെ ചില അവതാരങ്ങളും ഉണ്ട് അവിടെ. അത് പിന്നെ ഈ കൊള്ളാവുന്ന വീട്ടിലൊക്കെ കുശുമ്പ് പറയാൻ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവില്ലേ? അത് തന്നെ. ഓ, അവരുടെയൊക്കെ കാര്യം ആര് നോക്കുന്നു? എന്റെ മോക്ക് ദൈവം വിധിച്ചിരിക്കുന്നത് ചെറിയൊരിടത്തല്ല.
കൃഷ്ണേ, തങ്കേച്ചി ഇതെന്താ ചെയ്തേ? ആ വീട് കണ്ടുപിടിച്ച് അവിടെ പോയിന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ നിന്ന് തീയാ വന്നത്. അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ കൂടെ ചോദിച്ചിട്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന്റെ ആകാംക്ഷയില് പുറപ്പെട്ടു പോയതായിരിക്കും. തങ്കേച്ചി ആരാന്ന് പറഞ്ഞിരുന്നെങ്കി എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനി അത് പ്രശ്നം തന്നെയാ സുനന്ദേച്ചി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ ഇനി അവിടെ പോവാതിരിക്കോ? പ്രത്യേകിച്ച് അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചൂന്ന്. അതിൽ കൂടുതൽ അമ്മയ്ക്ക് പിന്നെ എന്ത് തെളിവാ വേണ്ടത്? അയ്യോ, എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്റെ തല പൊളിയുന്നുണ്ട്. എങ്ങനെങ്കിലും അമ്മയുടെ ഓപ്പറേഷൻ നടത്താന്ന് വിചാരിച്ചതാ. അടിമപ്പണി ചെയ്താലും കുഴപ്പമില്ലാന്ന് കരുതി. അപ്പൊ അവരുടെ ആവശ്യം കേട്ടില്ലേ? അതല്പം ക്രൂരമായി പോയി മോളെ. ഇങ്ങനെ ഒരു കുരുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് സുനന്ദേച്ചി കരുതിയില്ല. എന്ത് നിസാരമായിട്ട് അവര് പറയുന്നേ? ഒരാൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കാനോ? കാശിന്റെ അഹങ്കാരം തന്നെ, അല്ലാതെ എന്താ? ആ സുനന്ദേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇത്രയും കാലം അവര് പറഞ്ഞിരുന്നില്ലേ ഗാഥയുടെ നവീന്റെ വിവാഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്? ഇത് തന്നെയാ പ്രശ്നം. അല്ലെങ്കില് സ്വന്തം മോളുടെ വിവാഹത്തിന് അവളുടെ കഴുത്തില് താലി കെട്ടേണ്ട ഒരു കാര്യമില്ലാന്ന് ഒരമ്മ തീരുമാനിക്കോ? ആ അത് തന്നെ. അവരൊക്കെ തല്ലിയാ ഞാൻ ക്ഷമിക്കും. മുഖത്ത് കാർക്കിച്ച് തുപ്പിയാലും അത് പോട്ടേന്ന് വെക്കും. ഒരു വാക്ക് പോലും നല്ലത് പറഞ്ഞില്ല എങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു അന്യപുരുഷൻ കഴുത്തിൽ താലി കെട്ടെന്ന് പറയുമ്പോ അതെന്നെ കൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. ഒരിക്കലും പറ്റില്ല സുനന്ദേച്ചി. ഇങ്ങനൊരു കാര്യത്തിന് ഞാനോ ഗോപാലേട്ടനോ നിന്നൊരിക്കലും നിർബന്ധിക്കില്ല. എല്ലാം ശരിയാവുന്ന് വെറുതെ പ്രതീക്ഷിച്ചിട്ട് ദൈവങ്ങൾ അവസാനം എന്നെ കൈവിടുക. എല്ലാം തീർന്നോട്ടെ. എന്റെ അമ്മ പോകുന്നതിനൊപ്പം ഞാനും അങ്ങോട്ട് പോയാ കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണേ, നമ്മളൊന്നും ജീവിക്കാൻ പാടില്ല ചേച്ചി. ചത്തൊടുങ്ങുന്നതാ നല്ലത്. സുനന്ദേ, മോള് വല്ലാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും തങ്കേച്ചി. ഞാൻ കാരണം ഇതൊക്കെ. ഞാനവിടെ പോകാൻ പാടില്ലായിരുന്നു അല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം തങ്കേച്ചി?